ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തെ പുല്ലുവില കൽപ്പിക്കുകയും തങ്ങളുടെ സാമ്രാജ്യത്വ അഹങ്കാരം നടപ്പിലാക്കാൻ ഏത് ഹീനമായ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ തനിനിറം വെനസ്വേലയിൽ വീണ്ടും വെളിപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ ജനുവരി 3-ന് അമേരിക്ക നടത്തിയ സൈനിക അധിനിവേശം തികഞ്ഞ ഭീരുത്വത്തിന്റെയും ക്രൂരതയുടെയും അടയാളമാണ്. നേർക്കുനേർ പോരാടാൻ ധൈര്യമില്ലാതെ നിഗൂഢമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്ന അമേരിക്കൻ രീതി ആധുനിക ലോകത്തിന് തന്നെ അപമാനമാണ്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും അയച്ച് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ വെനസ്വേലയിൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ അതീവ രഹസ്യമായ ആയുധങ്ങളാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഹെലികോപ്റ്ററുകൾ എത്തുന്നതിന് മുൻപേ അവിടുത്തെ റഡാർ സംവിധാനങ്ങൾ നിശ്ചലമാക്കുകയും പിന്നാലെ അതിതീവ്രമായ ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന അജ്ഞാതമായ ആയുധം ഉപയോഗിക്കുകയും ചെയ്തു. ഈ ക്രൂരമായ ആക്രമണത്തിൽ സൈനികരുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും പലരും ബോധരഹിതരായി വീഴുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സൈന്യത്തെയും ജനതയെയും ഇത്തരത്തിൽ ശാരീരികമായി പീഡിപ്പിക്കുന്നത് അമേരിക്കയുടെ ആഗോള ഗുണ്ടായുസത്തിന്റെ ഭാഗമാണ്. ഈ മിന്നൽ നീക്കത്തിൽ വെനസ്വേലയിലെ 100ഓളം സൈനികർക്ക് ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ മരണത്തിന് കാരണമായ കൃത്യമായ ആയുധം ഏതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം നിഗൂഢ ആയുധം ഉപയോഗിച്ചെന്ന വാർത്തകളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതിനിടെ അയൽരാജ്യമായ ക്യൂബയോടും ഇറാനോടും അതിശക്തമായ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നത്. പാശ്ചാത്യ ശക്തികൾ മേഖലയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ നീക്കങ്ങളെ ലോകം വിലയിരുത്തുന്നത്.